അതും നിൽക്കണതും സംസാരിക്കണതും. നിന്റെ കണ്ണെന്തിനാ അങ്ങാടി ഇങ്ങോട്ടൊക്കെ ഓടുന്നത്? ഇവിടെ എത്രയോ ആണുങ്ങളുണ്ട്. ഇവിടെ എത്രയോ ആണുങ്ങൾ ലൈവ് വരുന്നുണ്ട്. നിന്നെപ്പോലത്തെ കഴുകൻ്റെ കണ്ണും കൊണ്ടാണ് നിൽക്കണേ. ഇനി എന്നാൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങും, അത് ഞാൻ നോക്കാം, ആലോചിക്കാം. മനസ്സിലായോ? കുറച്ചുകൂടി നീ മൂക്കണ്ണുണ്ടെന്ന്, കുറച്ചുകൂടെ നീ മൂക്കാനുണ്ടെന്ന്. നിന്റെ തള്ള മൂത്തല്ലേ ഇരിക്കണത്? തള്ളട മൂപ്പ് പോരേടാ നിന്റെ. നീ കറക്കാർ പെണ്ണുങ്ങൾ മൂത്തോ നോക്കണ്ട. മനസ്സിലായോ? എനിക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയാം. നിന്റെ തന്തക്ക് തള്ള ഒരുത്തി മാത്രം കിടന്നു കൊടുത്ത് നിന്നെ ഉണ്ടാക്കിയെങ്കിൽ റിയൽ അക്കൗണ്ട് വന്നിട്ട് എന്നോട് വന്ന് ഇപ്പോൾ ചോദിക്കേ, കളി തരാമോ കുളി തരാമോ എന്ന്. ബാക്കി കാര്യം ഞാൻ 24 hours നിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി തരാം. പറ്റുമെങ്കിൽ നിങ്ങൾ റിയൽ അക്കൗണ്ടിൽ വന്നിട്ട് ചോദിക്കേ. പറ്റുമോ? ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? അതിനുള്ള തൻ്റെ ഇടം ഉണ്ടാ. GCC എവിടെ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് കേസ് ഫയൽ ചെയ്യും. അതിപ്പോൾ കുവൈറ്റ് ആയിക്കോട്ടെ, ബഹ്റിൻ ആയിരിക്കട്ടെ, ഒമാൻ ആയിരിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, സൗദി ആയിരിക്കട്ടെ, ഇവിടെ നിന്ന് കേസ് ഫയൽ ചെയ്യും ഞാൻ. നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്ന്, റിയൽ അക്കൗണ്ടിൽ നിന്നിട്ട് നിങ്ങളുടെ ഫേസ് DP വെച്ചിട്ട് പോസ്റ്റ് ഇട്ട് എൻ്റെ അടുത്തൊരു വൃത്തികെട്ട മെസ്സേജ് നിങ്ങൾ പോസ്റ്റ് ഇല്ലെങ്കിൽ എഴുത്. ഞാനത് എടുത്തിട്ട് നേരെ സൈബർ സെല്ലിൽ കൊടുക്കും. എനിക്ക് മാന്യമര്യാദയായിട്ട് ലൈവ് നടത്താൻ പറ്റുന്നില്ല. ഇമാതിരി സംസാരമാണ് എന്താ പറയുക, ഫേക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ജാരസന്ധിതികളാണ്. മനസ്സിലായി? നിൻ്റെ ID റിയൽ ആയിട്ട് വരുമോ? നിൻ്റെ അടുത്ത് ആരെങ്കിലും റിയൽ ആയിട്ട് വരുമോ എന്ന് തന്തയ്ക്ക് പെറുക്കാത്തവന്മാർ വരും. തന്തയും തള്ള ആരാന്ന് വ്യഭിചരിച്ചുണ്ടായ മക്കളുമേ വരുള്ളൂ. റിയൽ അക്കൗണ്ട് വന്നെങ്കിൽ എന്നെ പോലെ വന്ന് നിൽക്കണം. അതിലൊത്തിരി പേരുണ്ട് മേളിൽ നിൽപ്പുന്നുണ്ട്, അവരൊന്നും കമൻറ്റ് എഴുതത്തില്ല, ലൈവ് വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതാണ് ജെൻ്റൽമാൻസ്. ഈ വ്യഭിചരിച്ചുണ്ടാവുന്ന മക്കളാണ് കണ്ണേ കണ്ടതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? വ്യഭിചരിച്ചുണ്ടാവൂലേ, തള്ളയായിരുന്നു തന്തയായിരുന്നു ഉറപ്പിച്ച് തള്ളക്ക് പറയാൻ പറ്റാത്തതി, അവർക്ക് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. കാരണം ഇവർക്ക് തന്ത ആരെന്നോ തള്ള ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ തോന്നിയ പേരിടും, തോന്നിയ DP ഇട്ട് കിടക്കും. അറ്റ്ലീസ്റ്റ് ഒരു ലേഡീസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് വന്നിട്ട് DP ഉണ്ടാകത്തില്ല. കാര്യം എന്താണെന്ന് പറയുക, ഇവരും ഇവരെ തന്നെ സ്വയം രക്ഷപ്പെടുക്കണം. എന്നെ പിടിച്ചാൽ എന്ത് ചെയ്യും? എന്നെ പിടിച്ച് ഉള്ളിലാക്കി കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിലുള്ള കുടുംബം പോറ്റുന്നത് ഇല്ലാതാവുമല്ലോ എന്ന്. നിങ്ങൾ റിയൽ അക്കൗണ്ടിൽ വന്നിട്ട് എന്നെ നിങ്ങളിപ്പോൾ വേശിയെന്നോ വെടിയെന്നോ വല്ലതും വിളിക്കുക. ഞാൻ എൻ്റെ റേഞ്ച് എന്താണെന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ട് UAE ഇരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ജസ്റ്റ് 24 hours ധൈര്യം ഉണ്ടെങ്കിൽ ഇട്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കണം, സ്വന്തം ID നിന്ന് വെല്ലുവിളിക്കണം. മനസ്സിലായാ? പറ്റുമോ? എനിക്കിപ്പോൾ സമയം ഒരുപാടുണ്ട്. കേസ് കൊടുക്കാനും ഫയൽ ചെയ്യാനും നിങ്ങൾ പൂട്ടാനും നിങ്ങൾ ജോലി കളയാനും എല്ലാത്തിനും എനിക്കിപ്പോൾ സമയമുണ്ട്. മനസ്സിലായോ? നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഞാൻ ഈ 2025 തൊട്ട് ഞാൻ അമ്മാതിരി ജോലി ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ട് പ്രൂഫും ഇല്ല. ഞാൻ അങ്ങനെ നടന്ന പെണ്ണാണെന്നുള്ള ഒരു എവിഡൻസ് ഇല്ല ഈ GCCയിൽ. ഞാൻ വോയിസ് ഇടുന്നുണ്ട്, ലൈവ് ഇടുന്നുണ്ട്, ലൈവിൽ പലതും പറയുന്നുണ്ട്. ബട്ട് ഞാൻ അങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസും എവിഡൻസ് ഇല്ല. ഉണ്ടോ? എനിത്തിങ് എവിഡൻസ് യു ഷോ മീ. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ മോശമായിട്ട് കമൻറ്റുകൾ വരാൻ വേണ്ടി ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി നേരിട്ട് വന്നിട്ട് ഈ സംസാരമൊക്കെ സംസാരിക്കാൻ പറ്റും. തന്തക്ക് പറഞ്ഞവനാണെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ എൻ്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരാം. ഈ എഴുതി വിടുന്ന തെറിയിൽ ഏതെങ്കിലും ഒരു തെറി തന്തക്ക് പറഞ്ഞവൻ ഞാനിപ്പോൾ ലൊക്കേഷൻ അയച്ചു തരാം. വന്ന് എൻ്റെ മുമ്പിൽ പറയാനുള്ള നട്ടെല്ലുണ്ടായ തന്തക്ക് പറഞ്ഞവനുണ്ടാ. ഇവിടെ ഇരുന്ന് കുരക്കാനുള്ള തൻ്റെ ഇടമുള്ളൂ എനിക്കൊക്കെ. കാരണം നീ അതാ ഹൈഡായിട്ട്. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ളിലാവും. പെണ്ണിനാണ് പവർ. GCCയിൽ നിന്ന് ഏറ്റവും അറിയാവുന്ന ആണുങ്ങളാണ് ഇതിലുള്ളവർ. മനസ്സിലായോ? ഈ GCCയിൽ സംബന്ധപ്പെട്ട ആണുങ്ങളെക്കാട്ട് ഏറ്റവും മൂർച്ച കയറിയത് പെണ്ണിന് വാക്ക് തന്നെയാണ്. ഇപ്പം നീയൊക്കെ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നും സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഫേക്ക് അക്കൗണ്ട് ഈ ക്രിയേറ്റ് ചെയ്യണമെന്നും അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് വേണമെന്നില്ല. 4 വയസ്സുള്ള കുട്ടിക്കല്ല 5-10 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാവുന്നുള്ളൂ. മനസ്സിലായാടാ? നീയല്ല, നിന്റെ 10 തന്തക്ക് ഉണ്ടാക്കിയിട്ട് കപ്പൽ വിറ്റവളാ ഞാൻ. എവിഡൻസ് മാത്രമേ ഇല്ലത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എവിഡൻസ് മാത്രമേ ഇല്ലാത്തുള്ളൂ? അപ്പോൾ നീ അങ്ങനെ എടാ എവിഡൻസ് ഉണ്ടെങ്കിൽ യു ഷോ. നിങ്ങളുടെ IDയിൽ നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ടിൽ ഉണ്ടാക്ക്. ബാക്കി ഞാൻ ചെയ്യാത്തത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് അത് എഡിറ്റ് ചെയ്താലും എനിക്ക് കേസ് ഫയൽ ചെയ്യാൻ ഏറ്റവും വലിയ എവിഡൻസാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഊള കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ വൃത്തിയായിട്ട മെസ്സേജ് എൻ്റെ അടുത്ത് ഇടുന്നവർക്കെതിരെയായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം DP വെച്ചിട്ട് എന്നോട് വന്ന് തെറി പറ.
ഞാനിപ്പോൾ ചുമ്മാ ഇരിക്കണേണ്, മനസ്സിലായല്ലോ? ഞാൻ ചുമ്മാ ഇരിക്കണേണ്, മനസ്സിലായല്ലോ? എനിക്കിപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂ കഴിയാൻ പോയി, അത് കഴിഞ്ഞ് വർക്ക് കിട്ടിക്കഴിയണവരെക്കും ഞാൻ ഫ്രീ ആണ്. എനിക്ക് വന്നിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ ഐ എം ഇൻട്രസ്റ്റഡ്. ഓക്കെ, ഐ എം UAE ഒരു സിറ്റിസണാണ്. അപ്പോൾ എനിക്ക് കേസ് ഫയൽ ചെയ്യാൻ എളുപ്പമാണ്. മെയിൽ വഴി കേസ് ഫയൽ ചെയ്യാം. ഒരുപാട് ഇതുണ്ട്, ഇപ്പം ഓപ്ഷൻസുകളുണ്ട്, മനസ്സിലായോ? പൊന്നൂസ് എന്താ ചെയ്യുന്നത്?